പോലെ നിങ്ങൾ 80s അതോ 90s ഉള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പകാലത്തിലേക്കൊന്നും നിങ്ങളുടെ പഴയ ആ ഒരു സ്കൂൾ ഡേയ്സിലേക്കൊക്കെ ഒന്ന് മടങ്ങി പോകാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഈ ചെറുപ്പത്തിൽ സ്കൂളൊക്കെ വിട്ട് വരുന്നത് അന്ന് നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ ടാർട്ടർ റോഡ് വളരെ കുറവുള്ള സമയമല്ലേ. പാടങ്ങളും പാടവരമ്പത്തൂടെയൊക്കെയാണ് സ്കൂളിൽ പോയിട്ട് വരുന്നത്. അതുപോലെ തന്നെ റോഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾ കൂട്ടുകാരത്ത് കളിച്ചും ചിരിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. പല പല കളി, ചിലപ്പോൾ ഓടിത്തൊട്ട് കളിക്കും. അങ്ങനെയുള്ള പല പല കളികൾ കളിച്ചായിരിക്കില്ല വരുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു വരുമ്പോഴത്തേക്കും പച്ചപ്പുല്ല് തൊട്ട് കളിക്കുന്നൊരു സംഭവം, അതായത് നമ്മൾ റോഡിൻ്റെ സൈഡിൽ പച്ച പുല്ലുണ്ടല്ലോ, പുല്ലിൽ ചവിട്ടുക. ഒരാൾ ആദ്യം എല്ലാവരും അറ്റൻഷനായി നിന്നിട്ട് ഇങ്ങനെ പറയും പച്ചപ്പുല്ല് തൊടാൻ റെഡിയാണെന്ന് ചോദിച്ചിട്ട് ഓടിപ്പോയിട്ട് ഈ പുല്ലിൽ ചവിട്ടുക. അപ്പോൾ അവസാനം ചവിട്ടുന്ന ആൾ വേണം നമ്മൾ പിടിക്കാൻ വരാനുള്ളത്. അങ്ങനൊരു കളി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഓടും, അടുത്ത പോസ്റ്റിൽ ഓടുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റിൽ നടക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കളികൾ. അതുപോലെ തന്നെ ഈ ഓലപ്പന്ത് വെച്ചിട്ട് മേത്തെറിഞ്ഞ് കൊള്ളിക്കുക, എറിപ്പന്ത് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ പൂട്ടിക്കളി എന്ന് പറയും. പൂട്ടി എന്ന് പറയുന്നത് ഈ പാറക്കല്ല്, ചെറിയ കരിങ്കല്ലിൻ്റെ വട്ടത്തിനുള്ളെങ്കിൽ ഒരു കനം കുറഞ്ഞൊരു കഷ്ണം എടുത്തും കൊണ്ട് അത് ദൂരേക്ക് വലിച്ചെറിയല്ല, ഇങ്ങനെ ഇടുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇടുക, അടുത്ത ആൾ ഇട്ടിട്ട് അതിൽ കൊള്ളിക്കുക. അങ്ങനെ ഒരു കളിയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടം തരിശാണെങ്കിൽ ആ പാടത്തിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ പാടത്തിൻ്റെ കോർണറിൽ കൂടെ ഓടുക, ആദ്യം എത്തുന്ന ആരെന്ന് നോക്കുക. അങ്ങനെയുള്ള പല പല കളികളാണ്. അതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ നാടുകളിൽ അങ്ങനെയുള്ള എന്തെല്ലാം കളികളാണ് നിങ്ങൾ കളിച്ചിരുന്നത് ഈ സമയങ്ങളിൽ, സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിൽ, വീട്ടിലെത്തുന്നതിന് മുന്നേയൊക്കെ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓരോരുത്തർക്കും അറിയാമല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കുട്ടിക്കാലവും ഒന്ന് ഓർക്കുക, അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻസിന് വേണ്ടി കാത്തിരിക്കും കേട്ടോ.